ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ദൈവവചനം നിങ്ങളോട് പറയാൻ ഒരുങ്ങുകയാണ്. ഓരോ ദിവസവും വചനം പറയാൻ ലഭിക്കുന്ന അവസരം ആവേശത്തോടെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. നിങ്ങളെ ഈ ശുശ്രൂഷ കൊണ്ട് ധന്യരാക്കാൻ കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ അതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ രക്ഷിതാവും കർത്താവും എപ്പോഴും എൻ്റെ വായിൽ വചനം തരികയും ചെയ്യുന്ന എൻ്റെ പ്രാണപ്രിയനായ പരിശുദ്ധ ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് 2 വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവെൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ കൃപയിൽ ശരണപ്പെടുന്നു. ഒന്നാമത്തത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ 27-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 1 ശമൂവേൽ 27-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ദാവീദ്, ഞാനൊരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയേ ഉള്ളൂ. ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ചുമ്മാ മനസ്സിനകത്ത് ഒരേ മനക്കോട്ടകൾ തേങ്ങി തേങ്ങി വരിക. ദാവീദ് രാജാവ്, ബലവാൻ, ശക്തൻ, ദൈവം കൂടെയുള്ളവൻ, ഒരു ദിവസം മനസ്സിൽ നിശ്ചയിക്കുക, ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോയേക്കാം, ഈ നാട്ടിൽ നിന്ന് ശരിയാവില്ല, ഇവിടെ നിന്ന് ഓടിയേക്കാം, ഫെലിസ്ത്യരുടെ ദേശത്ത് പോയി പാർത്തേക്കാമെന്ന് ഈ ദാവീദ് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 2-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. കേട്ടോളുക. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയിലും ആഖായിലും കൂടി കിടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. ധന്യനായി പൗലോസ് മനസ്സിൽ നിശ്ചയിച്ചത്. വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിനകത്ത് പട്ടണം ഇളകി പൗലോസിനെ വളയുന്നു, പ്രശ്നമാക്കുന്നു. പട്ടാളം പൗലോസിന് സംരക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി കലുഷിതമായിരിക്കുന്ന ഭയങ്കര അന്തരീക്ഷങ്ങൾ. പട്ടണ മധ്യത്തിൽ വെച്ച് ഇനി ജീവിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനം വളഞ്ഞ് ആക്രോശിച്ച് അട്ടഹസിച്ച് ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പെട്ടെന്ന് മനസ്സിലൊരു തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനം? ഈ ദേശത്ത് നിന്ന് പുറപ്പെടുക, എന്നിട്ട് യെരൂശലേമിലേക്ക് വേഗത്തിൽ ചെല്ലുക. അവിടെ ചെന്നാൽ പെട്ടെന്ന് റോമയൊന്ന് കാണാനുള്ള പദ്ധതി ഒരുക്കുക. ഇത് മനസ്സിൽ നിശ്ചയിച്ചു. 2 ശക്തന്മാർ, ഒരാൾ പഴയ നിയമത്തിൽ, ഒരാൾ പുതിയ നിയമത്തിൽ. 2 പേരുടെ മനോനിശ്ചയങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് കരുത്തനാണ്, പ്രഭാഷകരുടെ കരുത്തനായ ഒരു ക്യാരക്ടറാണ്. എത്രയോ പ്രസംഗങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ സഭകളിൽ പ്രസംഗിച്ചിരിക്കുന്നു. ഞാനും എത്രയോ പഴയ നിയമത്തിൽ ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ് അദ്ദേഹം. പക്ഷെ ഒരു ബലഹീന നിമിഷത്തിൽ അദ്ദേഹം മനസ്സിൽ നിശ്ചയിക്കുകയാണ്, നാട് വിടുക, ഫെലിസ്ത്യ ദേശത്ത് പോകുക, അവിടെ പോയി അഭയം പ്രാപിക്കുക എന്ന് മനസ്സിൽ നിശ്ചയിക്കുക. ആ മനോനിശ്ചയം അദ്ദേഹം നടപ്പിലാക്കി. താഴേക്ക് വായിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയി. അവിടെ ചെന്ന് ആഖീഷ് രാജാവ്, ഫെലിസ്ത്യരുടെ 5 പ്രവിശ്യകളിൽ ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയായിരിക്കുന്ന ആഖീഷിൻ്റെ അടുക്കൽ പോയി യാചിക്കുകയാണ്. എന്താ യാചിക്കുന്നത്? എനിക്ക് ഈ കോളനി പ്രദേശത്ത് എവിടെയെങ്കിലും ഒരല്പം സ്ഥലം അനുവദിച്ചു തരണം. ഞാൻ അവിടെ ഒരു കുടിൽ വെച്ച് കെട്ടി, കുടിലെന്ന് അവിടെ ഒരു വാക്കില്ല എങ്കിലും ഒരു ചെറിയ കൂടാരം അടിച്ച് അതിനകത്ത് പാർത്തോളം. ആരാകേണ്ടവനാണ്? ഇസ്രായേലിൻ്റെ രാജാവാകാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം അഭിഷേകം കൊടുത്തു. ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല, ഞാൻ മിടുക്കനാണ്, ദാവീദിന് ഏതാണ്ട് വലിയ ഗുരുതരമായ വീഴ്ച പറ്റി എന്നതല്ല ഞാനിവിടെ ഈ ഭാഗം കൊണ്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ. പക്ഷെ മനുഷ്യജീവിതത്തിൻ്റെ നിസ്സഹായ വേളയിൽ ശത്രുവിൻ്റെ ആരവവും ഉപദ്രവവും അതിഘോരമാകുമ്പോൾ ആർക്കും സംഭവിച്ചു പോകാം. മനസ്സ് ഇവിടെ നിൽക്കണ്ട, ഇട്ടിട്ട് പോകാം, ചത്തേക്കാം, പിരിഞ്ഞേക്കാം, ഒളിച്ചോടിയേക്കാം, പോയേക്കാം എന്നൊക്കെ മനസ്സ് പറയും. പ്രിയരെ, അതൊന്ന് തിരുത്താൻ, ദൈവഹിതം നമ്മളിൽ നിറവേറാൻ, നമ്മുടെ ഈ ദാവീദിൻ്റെ ഒരു 1.5 കൊല്ലം നഷ്ടപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഒരു ദിവസം പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഈ ഭാഗത്തുനിന്ന് നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്നോട് തന്നെ പറയുകയാണ്, ശോധനകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ എങ്ങോടെങ്കിലും ഓടിപ്പോകരുത്. മനസ്സിനോട് പറയണം, അധികം കഴിയാതെ വാഗ്ദത്തം നിറവേറും, പിടിച്ചു നിൽക്കാമെന്ന്. ദാവീദ് ഇവിടെ നിന്ന് ഓടിപ്പോയത് കൊണ്ട് സംഭവിച്ച 3-4 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്ന്,
അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ആഖീഷിൻ്റെ അടുക്ക് പോയിട്ട് കൈനീട്ടി നിൽക്കുക, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കിച്ചിരി സ്ഥലം തരണം, എനിക്ക് വീടില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് തലയൊളിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കൈനീട്ടി നിൽക്കേണ്ട ഒരു സ്ഥിതി അദ്ദേഹത്തിന് വന്നു. 9-ാമത്തെ വാക്യത്തിനകത്ത് ഈ ആഖീഷിന് വേണ്ടി ദാവീദ് ശരിക്കും ഒരു മോഷ്ടാവാകുകയാണ്. നിങ്ങളാ വാക്യം വായിച്ചാൽ അറിയാം. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്തുക്കൾ എന്നിവയൊക്കെയും അപഹരിച്ചു കൊണ്ടുവന്ന് അവൻ ആഖീഷിൻ്റെ അടുക്കൽ മടങ്ങി വന്നു എന്ന്. അപഹരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം മോഷ്ടിക്കുക എന്നല്ലേ. എന്ന് പറഞ്ഞാൽ വല്ലോൻ്റെയും സംഭവമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് ഈ മുതലാളിക്ക് കാഴ്ച വെക്കേണ്ടി വന്നു. അയ്യോ, അതൊരു നീതിയുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ആഖീഷിനെ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടവൻ ആഖീഷിനെ പ്രസാദിപ്പിക്കാൻ മറ്റുള്ളവരുടെ നിന്ന് പിടിച്ചു പറിക്കാൻ തുടങ്ങി. എന്തിനാ വേണ്ടാത്തതൊക്കെ മനസ്സിൽ നിശ്ചയിക്കാൻ പോയത്? അതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദാവീദ് ഇസ്രായേലിന് തന്നെത്താൻ നാറ്റിച്ചു, നാണം കെട്ടു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഞാനതിൻ്റെ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദാവീദിൻ്റെ മനസ്സിൽ നിശ്ചയം പാളിപ്പോയി. ആ നിശ്ചയം വേണ്ടായിരുന്നു. അതിഘോരമായ പ്രശ്നങ്ങളുടെ നടുവിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. ദൈവത്തോട് 10 വട്ടം ചോദിച്ചിട്ടേ എന്തിനെങ്കിലും തീരുമാനിക്കാവൂ കേട്ടോ. വേദനയും പ്രശ്നങ്ങളും അപമാനവും അധികമാണെന്നറിയാം. പക്ഷേ ഒരു വക്കീലിനെ കണ്ടൊരു പേപ്പറൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പോകുമ്പോൾ ഒന്നോടെ ചിന്തിക്കണേ. മനസ്സിൽ നിശ്ചയിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ നാറ്റിച്ച് കളഞ്ഞേക്കാം, നാണം കെടുത്തിയേക്കാം. നമ്മളെ നാളെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേറെ ചിലരെ കുത്തിപ്പിഴിയേണ്ട സ്ഥിതിയിലേക്ക് വന്നേക്കാം. മറ്റൊരുത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട വന്നേക്കാം. അരുത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഇട്ടെറിഞ്ഞിട്ട് പോകരുത്. മനസ്സിലെ നിശ്ചയങ്ങൾ വളരെ സെൻസർ ചെയ്യുക. ഒന്നോടെ ദൈവത്തോട് ആലോചിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ച ധന്യനായ പൗലോസ്ലീഹായുടെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിനകത്തെ മനസ്സിലെ നിശ്ചയം. അദ്ദേഹം നിശ്ചയിച്ചു, എന്താണെങ്കിലും റോമ കാണണം. കലാപം, കലുഷിതം, എനിക്കെതിരെയുള്ള കേസ്, പ്രശ്നങ്ങൾ, കഥകൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ റോമ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ യാത്ര മുമ്പോട്ട് നീങ്ങിയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് സ്വസ്ഥതയെന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. വിചാരണകളും ജയിൽവാസവും കള്ളയാരോപണങ്ങളും യാത്രാമധ്യത്തിൽ കപ്പൽ തകർന്നതും കൊടുങ്കാറ്റടിച്ചതും വെള്ളത്തിൽ പോയതും പലകയിൽ പിടിച്ച് രക്ഷപ്പെട്ടതും മെലീത്ത ദ്വീപിൽ പോകുന്നപ്പോൾ പാമ്പ് കടിച്ചതും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഗൂഢാലോചനക്കാർ 40-ൽ പരം ആളുകൾ ഇദ്ദേഹത്തെ കൊന്നിട്ടല്ലാതെ ഇനി ആഹാരം കഴിക്കത്തില്ലെന്ന് ദൃഢമായി തീരുമാനമെടുത്തതും വഴിത്തലക്കിൽ വെച്ച് പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് പോലും തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിരിക്കുന്ന പ്രതിസന്ധികളും പ്രക്ഷോഭണങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാക്കിയതും ഇതൊക്കെ ഈ പൗലോസിനെതിരെയാണ്. പക്ഷേ അയാൾ മനസ്സിൽ നിശ്ചയിച്ചു, എന്തു വന്നാലും റോമയിലെത്തും. എത്തിയോ? 28-ാം അധ്യായം വായിച്ചാൽ കാണാം, എത്തി. അപ്പം ഞാനൊരു കാര്യം ഈ 2 പേരുടെ ജീവിതത്തിൽ ഇത് പഠിച്ചു. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എതിരുകൾ എന്തുമാകട്ടെ, നമ്മുടെ മനസ്സിലെ നിശ്ചയം നല്ലതാണെങ്കിൽ ദൈവം അതിൻ്റെ കൂടെ നിൽക്കും. ദൈവഹിതമല്ലാത്തതും വിശ്വാസത്തിന് ചേരാത്തതും ദൈവേഷ്ടമില്ലാത്തതും വചനപ്രകാരമല്ലാത്തതും നമുക്കും ആത്മീയത്തിനും ചേരാത്തതുമായ കാര്യങ്ങൾ കയറി മനസ്സിൽ നിശ്ചയിച്ചാൽ ദൈവം കൈ ഒഴിയും, പിന്നെ നാറിപ്പോകും, നാണം കെട്ടുപോകും. അങ്ങനെയാണല്ലോ ദാവീദിന് സംഭവിച്ചത്. ലാസ്റ്റ് ചെന്നിടത്തൊന്നും വേര് പിടിച്ചില്ല. ആ അധ്യായങ്ങൾ വായിക്കണം കേട്ടോ, നിങ്ങളത് ഫോക്കസ് ചെയ്യണം. ഒരു കണക്കിന് നാണം കെട്ട് തിരിച്ചവിടെ നിന്ന് ഓടേണ്ട വന്നു. പ്രിയനെ, വേണ്ടാത്ത ഒരു കാര്യവും മനസ്സിൽ നിശ്ചയിക്കരുതേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര കഷ്ടത നിറഞ്ഞാലും, എത്ര പ്രശ്നങ്ങൾ നിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്നെങ്കിലും, കരയിലും കടലിലും വെച്ച് തകർത്ത് കളയാൻ ആരൊക്കെ കെണിയൊരുക്കിയാലും നീ മനസ്സിൽ നിശ്ചയിക്കുക, എൻ്റെ ജീവിതം തീരുന്നതിനേക്കാൾ മുമ്പ് എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ കൂടെ നിറവേറ്റിയിട്ടേ പോകത്തുള്ളൂ എന്ന് നിശ്ചയിച്ചാൽ മനോനിശ്ചയത്തോടത്തോളം ബലം ശത്രുവിൻ്റെ ആയുധത്തിനില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ഈ ജനുവരി മാസം തീരാൻ പോവല്ലേ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലെ നിശ്ചയങ്ങളെ ഒന്ന് പരിശോധിക്കണം കേട്ടോ. ഒന്നോടെ പരിശോധിക്കണം.
ഗുണം വരുന്നതാണോ ദോഷം വരുന്നതാണോ? ദാവീദ് നിശ്ചയിച്ചതുപോലെയാണോ പൗലോസ് നിശ്ചയിച്ചതുപോലെയോ? മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും പ്ലീസ്, ഇതൊരു സമ്മർദ്ദമാണ്, എൻ്റെ അല്ല, ദൈവത്തിൻ്റെ. ഒന്നോടെ പരിശോധിക്കുക, മനോനിശ്ചയങ്ങളെ പരിശോധിക്കുക. എന്നിട്ട് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുക. വേണ്ടാത്ത നിശ്ചയങ്ങൾ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക. ജയിക്കുന്ന നിശ്ചയങ്ങൾ മാത്രം. അതിന് മുമ്പിൽ ഇനി എന്തെല്ലാം വൈതരണികളുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുക. ദൈവം കൂടെയിരിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് നന്ദി. ഈ ദിവസം വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ ചരിത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. രണ്ടും കരുത്തർ. ഞങ്ങളെ ദൈവം പഠിപ്പിച്ചു ഈ കൊച്ചു വാചകത്തിൽ നിന്ന്. മനോനിശ്ചയങ്ങൾ പാളിപ്പോയാൽ ജീവിതമേ പാളും, തകർച്ചയുടെ മേൽ തകർച്ച വരും. എന്നാൽ എന്തൊക്കെ പ്രശ്നം മുമ്പിലുണ്ടെങ്കിലും തിരുഹിതപ്രകാരമുള്ള മനോനിശ്ചയങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഞങ്ങളെ കരുത്തേകും. പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മനോനിശ്ചയങ്ങൾക്ക് ദൈവം കൂട്ടുനിൽക്കും. നാഥ, പൗലോസിൻ്റെ മനോനിശ്ചയങ്ങൾ പോലെ ചിലയിടത്ത് ഞങ്ങൾ എത്തിച്ചേരും. ചില പദവികളിൽ ഞങ്ങളെത്തും, ചില സ്ഥാനങ്ങളിലെത്തും എന്ന് വിശ്വസിച്ച് അടിയുറച്ച് മുന്നോട്ട് പോകാനിടയാകണം. കഷ്ടതയും പ്രയാസവും ഉപദ്രവവും നിന്നയും ഏറി വരുമ്പോൾ വേണ്ടാത്തതൊന്നും മനസ്സിൽ നിശ്ചയിക്കാൻ എൻ്റെ കേൾവിക്കാരെ ദൈവം അനുവദിക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുവദിക്കരുത്. പ്രാർത്ഥിക്കുന്നു. ഇതവർക്ക് മനസ്സിലാകണേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.